നിന്ന് കൂടി വരുവാൻ വലിയവനായ ദൈവം ഇങ്ങനൊരു അവസരം തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞൊരാഴ്ചവട്ടക്കാലം ദൈവം നമ്മെ ഓരോരുത്തരെയും നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടുന്ന് കാക്കുകയും പരിപാലിക്കുകയും ചെയ്തു. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ദൈവം നമ്മെ ഓരോരുത്തരെയും വിടുവിച്ചു. ഇത്രത്തോടെ സന്തോഷത്തോടെ സൗഖ്യത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ വലിയനായ ദൈവം നമുക്ക് അവസരം തന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ മഹത്വപ്പെടുത്താം. ഇന്നത്തെ പ്രോഗ്രാം ഷീറ്റ് ഇപ്രകാരമായിരിക്കും. ഓപ്പണിംഗ് പ്രയർ ചെയ്യുന്നത് സിസ്റ്റർ ഷൈനി അജി, 2 പാട്ടുകൾ പാടുന്നത് സിസ്റ്റർ റോസമ്മ ചാക്കോ, മെസ്സേജ് ചെയ്യുന്നത് സിസ്റ്റർ ബേബി റെജി. അതിനുശേഷം നാം 7:25 വരെയുള്ള സമയം നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതായിരിക്കും. അതിനുശേഷം ക്ലോസിംഗ് പ്രയർ ചെയ്യുന്നത് ആനി ബെന്നി ആന്റി ആയിരിക്കും. ഇന്നത്തെ പ്രോഗ്രാം ഇങ്ങനെയായിരിക്കും. ഞാനൊരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 117 1-2. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി നടക്കുന്നതിന് വേണ്ടി നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കാൻ നമുക്ക് വിശ്വസ്തയോടെ അവന്റെ സന്നിധിയില് ആയിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അതിനായി ആദ്യമായിട്ട് ഓപ്പണിംഗ് പ്രയറിനായിട്ട് സിസ്റ്റർ ഷൈനി അജിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കാം. ദൈവത്തിന്റെ പുനഃനാമം മഹിമപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്കൊന്നിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ അല്പസമയം കൂടി വരുവാനായിട്ട് ദൈവം സഹായിച്ചു. അതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവമേ പ്രിയ സഹോദരിമാർക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു മനസ്സോടെ കൂടെ ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുവാനായിട്ട് ദൈവം സാവകാശം തന്നല്ലോ. അതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ സ്നേഹിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ 170 മീറ്റിങ്ങും പ്രയർ സൂം മീറ്റിങ്ങും ഏറ്റവും അനുഗ്രഹമായി നടക്കുവാനായിട്ട് സർവശക്തനായ ദൈവം കൃപ തന്നു. അതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത് കർത്താവെ ഞങ്ങൾ കൂടി വരുന്നത് ഏറ്റവും അനുഗ്രഹമായിരിക്കാനും അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഒക്കെയാണല്ലോ അപ്പാ ദൈവമേ ഞങ്ങൾ കൂടി വന്നിരിക്കുന്നത്. അത് ദൈവമേ ഞങ്ങൾക്ക് അനുഗ്രഹമായത് ചെയ്യുവാൻ എൻ്റെ കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പരിശുദ്ധ പിതാവേ, ദൈവമേ, ഇന്ന് MC ചെയ്യുന്ന സുനി ഷാജി സൗരിയെ കർത്താവെ നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയമകളെ, കർത്താവെ, ഏറ്റവും അനുഗ്രഹമായി ശുശ്രൂഷ ആദ്യോടന്തം ദൈവമേ അനുഗ്രഹമായി ചെയ്യുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ, പാട്ടുകൾ പാടുന്ന റോസമ്മ ചാക്കോ സൗരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വളവറ്റ കൃപ പ്രിയ സൗന്ദര്യോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ പ്രിയമകൾക്ക് വേണ്ടുന്നതായ എല്ലാ ആരോഗ്യവും ബലവും ദൈവമേ ശബ്ദവും എല്ലാം കൊടുത്ത് ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അതുപോലെ തന്നെ മെസ്സേജ് പറയുന്ന പ്രിയ ബേബി റെജി സഹോദരിയെ കർത്താവെ നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയമകൾ കൂടെ ഞങ്ങളോട് സംസാരിച്ചു കൊള്ളണമേ. കർത്താവെ, ഏറ്റവും അനുഗ്രഹമായ പ്രിയമകൾക്ക് ആ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടുന്നതായ എല്ലാ കൃപയും കൊടുത്ത് ജ്ഞാനവും കൊടുത്ത് കർത്താവെ അനുഗ്രഹമായ ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന ആനി സഹോദരിയെ കർത്താവെ നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും അനുഗ്രഹമായി ദൈവമേ ആ ശുശ്രൂഷയും ചെയ്യുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങള് കർത്താവെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹമായിട്ട് ഏകാഗ്രതയോടുകൂടെ ദൈവമേ ആയിരിക്കുവാനും ദൈവമേ ഞങ്ങൾ ചെയ്യുന്നതായ ഓരോ കാര്യങ്ങളും പൊന്നുനാമ മഹത്വത്തിനായിട്ട് മാത്രമായിരിക്കാൻ എൻ്റെ കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ അളവറ്റ കൃപ ഈ ശുശ്രൂഷയിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയ സഹോദരിമാരെയും കർത്താവെ നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ മഹാകരുണ കൃപ എല്ലാം ഞങ്ങൾ കഴിഞ്ഞ സമയങ്ങളിൽ അനുഭവിച്ചതാണ്. തുടർന്നും ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടായിരിക്കുവാൻ ദൈവം സഹായിക്കണം. സകലതും ക്രിസ്തുയേശുവിന്റെ നാമത്തെ താഴ്മയോടെ യാചിക്കുന്നു. പരിശുദ്ധ പിതാവേ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. അടുത്തതായിട്ട് നമുക്ക് 2 പാട്ടുകൾ കേൾക്കാം. അതിനായിട്ട് റോസമ്മ ചാക്കോ സിസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വം. ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അർപ്പിക്കുന്നു.
മനസ്സലിവിൻ മഹാദൈവമേ എന്നുള്ള പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധേ. മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധേ. എത്ര നാളായി ഞങ്ങൾ ആർത്തിയോടെ പ്രാർത്ഥിച്ചുണർന്നങ്ങു കാത്തിരിപ്പു. എത്ര നാളായി ഞങ്ങൾ ആർത്തിയോടെ പ്രാർത്ഥിച്ചുണർന്നങ്ങു കാത്തിരിപ്പു. ഇത്ര നാളായും ഈ ലോകം കാണാത്താത്മ ശക്തിയയക്കണമേ. ഇത്ര നാളായും ഈ ലോകം കാണാത്താത്മ ശക്തിയയക്കണമേ. മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധേ. ഇന്നുവരെ കാണും ശൂന്യാവസ്ഥ ഉയരത്തിൽ നിന്നാത്മ പകരുവോളം. എന്നുവരെ കാണും ശൂന്യാവസ്ഥ ഉയരത്തിൽ നിന്നാത്മ പകരുവോളം. അന്നു വനാന്തരം ഉദ്യാനമായി മാറും, ഉദ്യാനം വനമായി മാറും. അന്നു വനാന്തരം ഉദ്യാനമായി മാറും, ഉദ്യാനം വനമായി മാറും. മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധേ. അന്ധകാരം ഭൂമിയെ മൂടുന്നു, അന്ത്യലക്ഷ്യങ്ങളും കണ്ടിടുന്നു. അന്ധകാരം ഭൂമിയെ മൂടുന്നു, അന്ത്യലക്ഷ്യങ്ങളും കണ്ടിടുന്നു. എന്തിനീ ആലസ്യം നാം ഒന്നൊരുങ്ങുക കാന്തനെ കാൺമതിനായി. എന്തിനീ ആലസ്യം നാം ഒരുങ്ങുക കാന്തനെ കാൺമതിനായി. മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധേ. മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധേ. അടുത്ത പാട്ട് എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നു. എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ. എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ. എന്നെ കൈവിടാത്തവൻ യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.
എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമം ശോധനയിൻ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. താങ്ക് യു സിസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് പാട്ടുകൾ കേൾക്കുവാനായിട്ട് വലിയനായി ദൈവം നമ്മെ സഹായിച്ചു. ആദ്യത്തെ പ്രാർത്ഥന ഗീതമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് നമ്മുടെ കർത്താവ് നമ്മുടെ ദൈവം മനസ്സിലുള്ള ദൈവമാണ്. അതെ, നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നമുക്ക് ഏത് സമയത്തും അടുത്ത് ചെല്ലുവാൻ, ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാൻ അവന്റെ സന്നിധിയുണ്ട്. അടുത്തായിട്ട് രണ്ടാമത്തെ പാട്ട് നമുക്ക് കേട്ടു, നമ്മെ കരുതുന്ന ദൈവം. അതെ, നമ്മുടെ ഏത് സാഹചര്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ വഹിക്കുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ
നാം ഒരിക്കലും തനിയല്ല, നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലാണ് നാം. ആശ്വസിപ്പിക്കുന്ന 2 പാട്ടുകൾ പാടിയ പ്രിയ സഹോദരിയോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് ഇനിയും പാട്ടുകൾ പാടുവാൻ അവസരങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് വചന ശുശ്രൂഷയാണ്. അതിനായിട്ട് സഹോദരി ബേബി റെജിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. സിസ്റ്റർ കേൾക്കാവോ? കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവവചനവുമായി ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരുടെ മുൻപിലായിരിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം എനിക്കൊരു അവസരം തന്നു. കർത്താവിന് സകല മഹത്വവും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് വീണ്ടും ഒരു അവസരം തന്ന കാൻഡൽസ് ഫോർ ലിവിംഗ് വേർഡ് എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഡ്മിൻസ് ആയിട്ടുള്ളവരും ഷീബ ആന്റിയെ പ്രത്യേക ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും എത്രയും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. നമ്മള് പ്രെയർ മീറ്റിങ്ങിനാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രെയർ മീറ്റിങ്ങിന് കടന്നു വന്നത് കൊണ്ട് തന്നെ ഈ പ്രെയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള അനേക വിഷയങ്ങൾ നമ്മൾ പല സഹോദരിമാരിൽ നിന്നും കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ആ വേദഭാഗത്ത് നിന്നും നിങ്ങൾ പലരിൽ നിന്നും സന്ദേശം കേട്ടിട്ടുണ്ടാവാം. എന്നാലും എനിക്ക് ലഭിച്ചതായ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് എനിക്ക് തന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഈ വേദഭാഗം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് അവർക്ക് നൽകിയ ആ സമയങ്ങളിൽ യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്നതായ കപടഭക്തിക്കെതിരായിട്ട് അവരുടെ ആ കാപട്യം, പ്രാർത്ഥനാ സമയങ്ങളിൽ അവർ കാണിച്ചിരുന്ന കാപട്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രായോഗിക നീതി വെളിപ്പെടുത്തേണ്ട ഒരു 3 മേഖലകൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിലൊന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന്. അപ്പോൾ അറയിൽ കടന്ന് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ഇന്നിപ്പോൾ നമ്മളൊരു മാസീവായിട്ട് കൂട്ടായുള്ള ഒരു പ്രയറിനാണ് വന്നുകൂടിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അറയിൽ കടന്ന് എന്ന് പറയുമ്പോൾ അക്ഷരികമായിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം മുറിയിൽ അകത്ത് കയറിയെന്ന് പ്രാർത്ഥിക്കുവാനാണോ ഈ വചനം പറയുന്നത്? അല്ല. നമ്മൾ അറയിൽ കടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. അതിന്റെ മുൻപ് 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവന് മുൻപിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് മനുഷ്യരുടെ മുൻപിൽ. അതിൽ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് എന്ന്. അപ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുതെന്ന് പറഞ്ഞാൽ അവരെ ചുറ്റുമുള്ള അവരെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നോക്കി അവർ മറ്റുള്ളവരെ കാണിക്കേണ്ടതിനാണ് അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ നീയോ അറയിൽ കടന്ന് നമ്മുടെ ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നമ്മൾ എങ്ങനെ സമയം ചിലവഴിക്കുന്നു എന്നാണ്. മറ്റുള്ള വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാൻ നമുക്കുണ്ട്. എന്നാൽ വ്യക്തിപരമായിട്ട് നമ്മൾ കടന്നു ചെന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് മറ്റുള്ളവർ കാണുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ലാംഗ്വേജ് ശരിയാണോ അല്ലെങ്കിൽ സെന്റൻസ് കറക്റ്റ് ആണോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയല്ല. നാം ദൈവവുമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന ദൈവസന്നിധിയിൽ നമ്മുടെ സമയം ചെലവഴിക്കാൻ ബാഹ്യമായ കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ബാഹ്യ പ്രകടനമല്ല, എന്നാൽ നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു രഹസ്യ സംഭാഷണമായിരിക്കണം, വാർത്താവിനിമയമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് ഇവിടെ നമുക്ക് ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അറയിൽ കിടന്ന് പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ നമ്മൾ എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഞാൻ തന്നെ വായിക്കാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി
നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഇവിടെ നമുക്കൊരു ധൈര്യം, കൃപാസനത്തില് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു ആഹ്വാനം നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾക്കറിയാം, മുൻപ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവാലയത്തിലെ സിനഗോഗുകളിൽ ചെല്ലുമ്പോൾ പ്രാകാരങ്ങൾ വരെ മാത്രമേ ചെല്ലുവാനുള്ളൊരു അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അത് കടന്നുള്ള വിശുദ്ധ സ്ഥലമോ അതിവിശുദ്ധ സ്ഥലത്തേക്കോ കടന്നു ചെല്ലുവാനുള്ള ആ ഒരു അവകാശം അവർക്കില്ലായിരുന്നു. ആണ്ടിലൊരിക്കല് ജനങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയുമായിട്ട് പുരോഹിതൻ ആ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. ആ പുരോഹിതൻ തന്നെ തന്റെ പാപത്തിനും ജനങ്ങളുടെ പാപത്തിനും വേണ്ടിയാണ് അവിടെ യാഗമർപ്പിക്കുവാനായിട്ട് കടന്നു പോകുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ബലിയാഗം മൂലം നമ്മൾക്ക് ആ ഒരു നടിച്ചുവർ ഇടിച്ചു കളഞ്ഞുകൊണ്ട് കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുവാനുള്ള ഒരു വലിയ ഭാഗ്യം ദൈവമക്കളായ നമ്മൾക്ക് ലഭിച്ചിരിക്കുകയാണ്. കൃപാസനം എന്ന് പറയുമ്പോൾ സർവ്വത്തിന്റെ സൃഷ്ടി കർത്താവായ നമ്മുടെ ദൈവം ഇരിക്കുന്നതായ സിംഹാസനം, അവിടേക്ക് കടന്നു ചെല്ലുവാനാണ് നമുക്കിവിടെ അനുവാദം ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത്, പിന്നീടുള്ള വാക്യം നമ്മൾ വായിക്കുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു പിതാവിനോടാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിതാവ്, നമ്മൾ ലോകപരമായിട്ട് പിതാവ് എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സമാന പദങ്ങൾ നമുക്കറിയാം. പിതാവ് എന്നുള്ള വാക്കിന്റെ സിനോണിംസ് ആയ ജനകൻ, ജനയിതാവ്, രക്ഷിതാവ് എന്നെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ ജനയിതാവാണ്, ജനിപ്പിച്ച വ്യക്തിയാണ്. അപ്പൊ ഒരു ജനിപ്പിച്ച വ്യക്തിക്ക് തന്റെ കുഞ്ഞിന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കുറിച്ച് വ്യക്തമായി അറിയുന്നത് ഒരു യഥാർത്ഥത്തിലുള്ള സ്നേഹനിധിയായ ഒരു പിതാവിനാണ് തന്റെ കുഞ്ഞിനെ കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഞാനൊരു ഇത് പറയുന്ന നമ്മുടെ ഭൂമിയിലുള്ള പിതാക്കന്മാര് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവരെ കുറിച്ചുള്ള മുൻപോട്ടുള്ള ആ സ്നേഹനിധിയായ പിതാവാണെങ്കിലും മുൻപോട്ടുള്ള കുഞ്ഞുങ്ങളുടെ അവരുടെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയോടുകൂടി മുൻപോട്ട് പോകുന്ന പിതാക്കന്മാരായിരിക്കും കൂടുതലും. അവരുടെ ഭക്ഷണം, വസ്ത്രം, പിന്നെ അവർക്ക് താമസിക്കുവാനുള്ള വീട്, പിന്നീട് അവരുടെ വിദ്യാഭ്യാസം, അതിനുശേഷമുള്ള അവരുടെ ഭാവി ജീവിതം, ഇതിനെല്ലാം കുറിച്ച് നല്ലൊരു ധാരണയോടുകൂടിയായിരിക്കും ഈ ഭൂമിയിലെ പിതാവ് ആയിരിക്കുന്നത്. എന്നാലും അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ഈ ഭൂമിയിലുള്ള പിതാക്കന്മാരെക്കാൾ എത്ര അധികമായിട്ട് തന്റെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ തന്റെ മക്കളുടെ കാര്യങ്ങൾ അറിയുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്രസ്താവന ഞാനിങ്ങനെ കണ്ടതാണ്. വേദപണ്ഡിതനായ ജോൺ മക്കാദർ എഴുതിയ ഒരു സ്റ്റേറ്റ്മെന്റ്, പ്രാർത്ഥനയെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അത് ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ അതിന്റെ ചെറിയ ചുരുങ്ങിയുള്ള ഒരു അർത്ഥം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ദൈവവുമായിട്ട് എഗ്രിമെന്റ് ചെയ്യുവാനുള്ളതല്ല, മറിച്ച് ദൈവം ആരെന്നറിഞ്ഞ് അവന്റെ പരമാധികാരത്തെ മനസ്സിലാക്കി, അവന്റെ റൈച്ചസ്നെസ്, നീതീകരണത്തെ മനസ്സിലാക്കി, അവന്റെ മഹിമയെ മനസ്സിലാക്കി ഓരോ ദിവസവും എക്സർസൈസ് ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കുന്ന ഒരു വ്യക്തി അടുത്ത് ചെല്ലുന്നതാണ്, ദൈവഹിതത്തിന് വേണ്ടി അടുത്ത് ചെല്ലുന്നതാണ് പ്രാർത്ഥന എന്ന് ജോൺ മക്കാദർ തന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാനിങ്ങനെ വായിക്കുവാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്ക് കൂടിയിരിക്കുകയാണ്. നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ആ ദൈവം ആര്, നമ്മുടെ പിതാവ് ആരെന്നുള്ള ഒരു വ്യക്തമായ ധാരണയോടുകൂടി അല്ലെങ്കിൽ വ്യക്തമായ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. പിതാവ്, നമ്മളിപ്പോൾ ഓർത്തതുപോലെ ഒരു ഭൂമിയിലുള്ള ഒരു പിതാവ് തന്റെ കുഞ്ഞിന്റെ സർവ്വ ആവശ്യവും അറിയുന്നു, അവൻ ആവശ്യമായത് സമയത്ത് കൊടുക്കുന്നു. അതുപോലെ അതിനേക്കാൾ ഉപരിയായി സ്വർഗത്തിലെ പിതാവ് നടത്തുന്നു. അത് സങ്കീർത്തനക്കാരനായ ദാവീദ് 139 സങ്കീർത്തനം നമുക്കൊന്ന് എടുത്ത് വായിക്കാം. 139 സങ്കീർത്തനം. അതിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും സഹോദരിമാരെടുത്തെങ്കിലും ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 139 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാവുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ ഭിന്നാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു.
നിർമ്മിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകെത്തുകയും എത്ര വലിയത്. ഓക്കെ, താങ്ക് യു ആന്റി. ഓക്കെ, നമ്മളിവിടെ വായിച്ച സങ്കീർത്തനക്കാരനായ ദാവീദ് 139 സങ്കീർത്തനത്തില് അദ്ദേഹം തന്റെ സൃഷ്ടികർത്താവിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യം, അല്ലെങ്കിൽ താൻ എങ്ങനെയാണ് തന്റെ അമ്മയുടെ ഗർഭപാത്രത്തില് ഉരുവാക്കപ്പെട്ടത്, ദൈവം അതിശയവും ഭയങ്കരവുമായി തന്നെ മെടഞ്ഞു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഞാനൊരു ഇത് നോക്കിയപ്പോൾ, ജസ്റ്റ് ഒന്നൊരു കാര്യം ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ച കാര്യമാണ്, ഒരു അമ്മയുടെ ഉദരത്തില് ഉളവാകുന്ന ഒരു കുഞ്ഞ് ദ്രാവക രൂപത്തിൽ, ഒരു ബിന്ദുവിന്റെ, ഒരു ചെറിയ പൊട്ടിന്റെ രൂപത്തിലുള്ള ഒരിതായിരിക്കും. അത് പിന്നീട് അതിന് നിറം വയ്ക്കുന്നു, ആകൃതി, മുഖത്തിന്റെ ആകൃതി വയ്ക്കുന്നു, നിറം, കണ്ണ്, പല അവയവങ്ങൾ ഉണ്ടാകുന്നു. ഒരു ചെറിയ പൊട്ടിന്റെ ആകൃതിയിൽ ഉണ്ടാകുന്നതാണ് ഒരു ദ്രാവക രൂപത്തിൽ അമ്മയുടെ ഉദരത്തില്. എന്നാൽ അത് പിന്നീട് ഓരോ ഘട്ടമാകുമ്പോഴും ഞാനൊരു ഇതിൽ വായിച്ചതാണ്, 60 ലക്ഷം കോടി കോശങ്ങള്, 1 ലക്ഷം മൈൽ ഞരമ്പുകള്, ശരീരം മുഴുവൻ രക്തം എത്തിക്കുന്ന 60,000 മൈൽ രക്തക്കുഴലുകൾ, 250 അസ്ഥി സന്ധികള്. ഇത്രയുമാണ് പിണ്ഡാകാരത്തിലുള്ള ഒരു കുഞ്ഞു ഉരുവാകുമ്പോഴുള്ളതായ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർത്ത് നമ്മുടെ പിതാവ്, നമ്മുടെ സ്വർഗീയ പിതാവ് എത്ര ദാവീദിന്റെ ആ അതിശയോക്തി നിറഞ്ഞതായ വാക്യങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ നമ്മൾക്കും മനസ്സിലാവും നമ്മുടെ പിതാവ് എത്ര അതിശയകരമായിട്ടാണ് നമ്മെ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തില് മെനഞ്ഞത്. ഇങ്ങനെ 60 ലക്ഷം കോടി കോശങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് വളരെ അതിശയകരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. പിന്നീട് അവ ഇങ്ങോട്ട് വരുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നത്, ഓരോ ഘട്ടം കടന്ന് പിന്നീട് നമ്മളൊരു പൂർണ്ണ ഒരു കുട്ടിയായി മാറുമ്പോൾ അവന് സെൻസ് ഓർഗൻ ഉണ്ട്, കാല് കൈ മണക്കുവാനുള്ള കഴിവ്, ഇതെല്ലാം പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സൃഷ്ടികർത്താവ്, നമ്മുടെ പിതാവ് എത്രയോ അതിശയകരമായിട്ട്, ഇവിടെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. പിണ്ഡാകാരം എന്ന് പറഞ്ഞാല് ഒരു നൂലിങ്ങനെ ഉരുട്ടിക്കെട്ടിയ ഒരു ആകൃതി പോലുള്ളതാണ് പിണ്ഡാകാരം എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ നമ്മളായിരുന്നപ്പോൾ തന്റെ കണ്ണ്, നമ്മുടെ പിതാവിന്റെ കണ്ണ് നമ്മളെ കണ്ടിരുന്നു. എത്രയോ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, അല്ലെങ്കിൽ എത്രയോ അതിശയം നമുക്ക് പകരുന്നതായ ഒരു കാര്യമാണ് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. അങ്ങനെയുള്ള പിതാവിന്റെ സന്നിധിയിലല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി അണയേണ്ടത്. ബാഹ്യമായി മറ്റുള്ള വ്യക്തികളിലേക്ക് പോകാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർ സഹായിക്കും, അല്ലെ മറ്റുള്ളവരോട് എന്റെ ആവശ്യം പറയാം എന്നതിനേക്കാൾ ഉപരി നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ ഈ അതിശയവും ഭയങ്കരവുമായി മെനഞ്ഞ കർത്താവിന്റെ സന്നിധിയിലേക്കല്ലേ നമ്മൾ ഓടി അണയേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഈ പിതാവിന്റെ, ഇപ്പോൾ നമ്മൾ കണ്ടു, ഈ പിതാവ് തന്റെ കുട്ടിയുടെ ഓരോ അവസ്ഥയിലും, ഈ ഭൂമിയിലെ പിതാവാണെങ്കിൽ തന്റെ കുഞ്ഞിന്റെ ഓരോ അവസ്ഥയിലും ആ പിതാവ് വളരെ ശ്രദ്ധാലുവാണ്. ഇനി ഇതിനു ശേഷം ഒരു കുഞ്ഞുണ്ടായി അവൻ പതുക്കെ, അല്ലെങ്കിൽ അവൾ പതുക്കെ നടക്കുവാൻ തുടങ്ങുമ്പോൾ ആ പിതാവ് ആ കാലുകൾക്ക്, അല്ലെങ്കിൽ തനിക്കൊരു കേടുപാട്, കാലുകൾക്ക് ഒരു മുറിവ് സംഭവിക്കാതിരിക്കുവാനായിട്ട് ചെരുപ്പുകൾ വാങ്ങിക്കൊടുക്കുന്നു. അപ്പൊ ആ പിതാവ് എത്രയോ ശ്രദ്ധിച്ചാണ് ആ കുഞ്ഞിന്റെ ഓരോ കാര്യം ചെയ്യുന്നത്. അതുപോലെ സ്വർഗീയ പിതാവ്, നമ്മുടെ പിതാവ് നമ്മുടെ വഴികളെ അറിയുന്നു എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കതിനായി 37-ാം സങ്കീർത്തനം ഒന്ന് വായിക്കാം. 37-ാം സങ്കീർത്തനം അതിന്റെ 23, 24 വാക്യങ്ങൾ വായിക്കാം. സമയം പോകുന്നതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാം. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലംപരിചാകില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ഇവിടെ നമ്മൾ കാണുന്നു, ഒരു വഴിയില് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു ദൈവമാണ്. അവനൊരു പക്ഷേ വീണേക്കാം, പല കുറവുകൾ അവനിൽ ഉണ്ടാക്കാം, എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട്, അതെല്ലാം അവനോട് ക്ഷമിച്ചുകൊണ്ട് അവനെ നേർവഴിക്ക് നടത്തുന്നതായ ഒരു പിതാവാണ് നമുക്ക് ഉള്ളത്. ഇപ്പോൾ നമ്മൾ നേർവഴി കാണിക്കും. നമ്മൾ അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 30-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്നും കേൾക്കും. എത്രയോ അതിശയകരമാണ് നമ്മുടെ ദൈവം.
നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വഴികൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ തെറ്റായ ഡിസിഷനുകൾ എടുക്കുവാൻ സാധ്യതയുണ്ട്, തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. ഈ നന്മ വസിക്കാത്ത ജഡത്തിലാണ് നാം വസിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെയെല്ലാം അതല്ല, ഇതാവുന്നു നിന്റെ വഴി എന്ന് നമ്മളോട് പറഞ്ഞ് നേർവഴിയിൽ നടത്തു വന്നവനാണ് നമ്മുടെ പിതാവ്. അങ്ങനെയുള്ള പിതാവിന്റെ സന്നിധിയിലേക്കല്ലേ നമ്മൾ നമ്മുടെ യാചനകളുമായി കടന്നു പോകേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ഈ പിതാവിനെ കുറിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ച അധ്യായത്തിലെ തന്നെ വാക്യമാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യം അറിയുന്ന ഒരു പിതാവ്, ഈ ലോകത്തിലെ പിതാവ് തന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം ഇന്നതെന്ന് അറിഞ്ഞ് അവർക്ക് ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി സ്വർഗത്തിലെ പിതാവ് നമ്മുടെ ആവശ്യം നമ്മൾ കണ്ടു. ആ സങ്കീർത്തനത്തിലെ എത്രയോ അതിശയകരമായി നമ്മെ സൃഷ്ടിച്ചു, നമ്മളെ വഴി നടത്തി നമ്മുടെ ആവശ്യങ്ങളെ നടത്തി തരുന്നവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള ഒരു പിതാവാണ് നമുക്കുള്ളത്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ 2-3 പിള്ളേരുണ്ടെങ്കിൽ എല്ലാ പിള്ളേരും ഒരുപോലെ സ്വഭാവമുള്ളവരായിരിക്കില്ല. ചിലർക്ക് ഇച്ചിരി കുരുത്തക്കേട് കൂടുതലുണ്ടാകാം എന്നോർത്ത്, ഇച്ചിരി കുരുത്തക്കേടുകൾ കൂടുതലുണ്ടെന്ന് ഓർത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാതിരിക്കില്ല. ഒരുപക്ഷെ പറയും, ഇനി കുരുത്തക്കേട് കാണിക്കരുത്, ഇനി കാണിച്ചാൽ വാങ്ങിത്തരില്ല എന്നെല്ലാം നമ്മൾ പറയും. എന്നാലും അവരുടെ ആവശ്യം നിറവേറ്റി നമ്മൾ കൊടുക്കും. നമ്മുടെ സ്വർഗത്തിലെ പിതാവ് നമ്മൾ ചില ബാലശിക്ഷകളെല്ലാം നമുക്ക് തരും, എന്നാലും നമ്മുടെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നമുക്ക് നൽകി തരുന്നതിനായ ഒരു പിതാവാണ് നമുക്കുള്ളത്. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം അതിൽ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ ചെയ്ത് നടത്തി രക്ഷിക്കയില്ലയോ. ഇവിടുത്തെ ഈ പശ്ചാത്തലം നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ പറയുന്നത് രാപ്പകൽ യാചിക്കുന്ന തന്റെ വൃതന്മാരുടെ ആഗ്രഹം ദൈവം നിവർത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആശ്വാസം, വലിയൊരു ആശ്വാസം നമ്മുടെ പിതാവിൽ നമുക്കുണ്ടല്ലോ. നമ്മളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, അതന്നെയാണ് നമ്മുടെ ലേഖനത്തിൽ വായിക്കുന്ന, അവൻ നിങ്ങൾക്കായി കരുതുന്നവൻ. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ സകല ചിന്താകുലവും അവന്മേൽ ഇട്ടുകൊള്ളുവിനെന്ന് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാവിന്റെ അറയിൽ കടന്ന് നമ്മുടെ രഹസ്യത്തിലുള്ള ഈ പിതാവ് നമ്മൾ എത്രയോ അതിശയകരമായിട്ട് നമ്മെ മെനഞ്ഞ, നമ്മളെ വളരെ മുൻപും പിൻപും നമുക്ക് അടച്ചു കാവൽ ചെയ്യുന്നവനായ ഒരു പിതാവിന്റെ സന്നിധിയിൽ, നമ്മുടെ സർവ്വ ആവശ്യവും അറിയുന്ന പിതാവിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലേണ്ടത് എത്രമാത്രം അത്യന്താപേക്ഷിതമാണ്. മറ്റുള്ളവരെ കാണിക്കാതെ, അല്ലെങ്കിൽ എന്നുള്ള അക്കാപട്യം നിറഞ്ഞതായ ആ പ്രാർത്ഥന പോലെയല്ല, നമ്മുടെ രഹസ്യത്തിലുള്ള പിതാവിനോട് അറയിൽ കടന്ന് പേഴ്സണലായിട്ട് നമുക്ക് നമ്മുടെ പിതാവിനെ ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളുമായി കടന്നു ചെല്ലാം. ഇന്ന് നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണല്ലോ കൂടി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ജനകമായിട്ട് കണ്ടുകൊണ്ടിരുന്ന വാർത്തകളാണ് വയനാട്ടിൽ നടന്നതെല്ലാം. വയനാട്ടിലെ സംഭവങ്ങൾ, ഒരു കൂട്ടര് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നു, കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുന്നു, ജനങ്ങൾ ദൈവത്തെ കുറ്റം പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ചുമത്തിക്കൊണ്ട് ആ വിഷയത്തിന്മേൽ ആളുകളായിരിക്കണം. നമ്മൾക്കറിയാം, നമ്മുടെ ദൈവം പരമാധികാരമുള്ള ദൈവമാണ്. സകലത്തെ സൃഷ്ടിച്ച, ഓരോ ചെറിയ വസ്തുവിനെ പോലും സൃഷ്ടിച്ച ദൈവത്തിനറിയാം എന്തെല്ലാം നടക്കുന്നു എന്നുള്ളതും എന്തെല്ലാം നടത്തണം എന്നുള്ളതും. അതെല്ലാം ദൈവത്തിന്റെ പരമാധികാരത്തിലിരിക്കുന്ന കാര്യങ്ങളാണ്. അവയെല്ലാം കാണുമ്പോൾ നമ്മുടെ ദൈവത്തോട് അടുത്തു ചെല്ലുവാനായിട്ട്, കൂടുതൽ ആ കൃപാസനത്തിലേക്ക്, കരുണയ്ക്കായിട്ട്, തത്സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് അവന്റെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുവാനായിട്ട് ഈ ഓരോ സംഭവങ്ങളും നമ്മുടെയും ഒരുക്കട്ടെ. ഈ പ്രിയപ്പെട്ടവർക്ക് നമുക്കറിയാം, എത്രയോ പ്രിയപ്പെട്ടവര് രാത്രിയിൽ കിടന്നുറങ്ങി, വയനാട് ജില്ലയിൽ കിടന്നുറങ്ങി, പിറ്റേ ദിവസം രാവിലെ ശവമെടുത്തത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. നമ്മുടെ ദൈവത്തിന്റെ അധികാരത്തിൽ ഇരിക്കുന്നതായ, ഒരിക്കലും നമ്മൾ പാട്ടുകാരൻ പാടുന്ന പോലെ അന്നത്തെ ചെല്ലുമ്പോൾ ഇതെല്ലാം ദൈവം ചെയ്തതെല്ലാം നന്മയ്ക്കെന്ന് തെളിയുവാൻ ഇടയാകുമെന്ന് പാടുന്നത് പോലെ നമ്മൾക്കറിയത്തില്ല എന്തുകൊണ്ട്
പക്ഷേ ആ കൃപാസനത്തിലേക്ക് അടുത്തു ചെന്നുകൊണ്ട് കൃപയ്ക്കായിട്ട് കരുണയ്ക്കായിട്ട് യാചിക്കുവാനുള്ള വലിയ അവകാശം നമുക്കുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ അത് തന്നെയാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ തന്റെ നിരുപത്തനായ തിമോത്തിയോസിനെ പൗലോസ് എഴുതുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ സർവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി, രാജാക്കന്മാർക്ക്, അധികാരസ്ഥന്മാർക്ക്, മറ്റുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ സമാധാനത്തോടുകൂടി ജീവനം കഴിക്കേണ്ടതിനെന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ പിതാവിന്റെ അതേ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ അവൻ അറിയുന്നു, നമ്മളെ നടത്തുന്നു, നമ്മളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരുന്നു, നമ്മളെ നേരായ പാതയിൽ നടത്തുന്നു എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടി അവന്റെ സന്നിധിയിൽ കടന്നു ചെല്ലാം. ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ അതിന്റെ നന്മകൾ അനുഭവിക്കുവാനായിട്ട് നമുക്കിടയാകും. അതാണ് നമ്മൾ എസ്റ്റേറിന്റെ ജീവിതത്തെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. ഒരു അടിമ പെൺകുട്ടി, ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുവരപ്പെട്ട ഒരു അടിമ പെൺകുട്ടി അവിടെ വരുന്നു. അവള് അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യയായി അവിടെ രാജ്ഞിയായിട്ട് വസിക്കുവാനും രാജ്ഞിയായി വാഴുന്നു. ഈ സമയത്താണ് മൊർദെഖായി എന്ന തന്റെ അപ്പന്റെ ജ്യേഷ്ഠന്റെ മോൻ മൊർദെഖായി അവിടെ കൊട്ടാരത്തിന്റെ കാവൽ ജോലിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഹാമാൻ എന്ന ഒരു അഹശ്വേരോശ് രാജാവിന്റെ മന്ത്രിമാരിൽ പ്രധാനിയായ ഹാമാൻ ഒരു രാജാവിന്റെ അറിവോടുകൂടി ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, തന്നെ അല്ലാതെ മറ്റാരെയും നമസ്കരിക്കുവാൻ പാടില്ല. അപ്പോൾ ഇതറിയുന്ന മൊർദെഖായി മാത്രം ഹാമാനെ നമസ്കരിക്കുന്നില്ല. ഇത് മനസ്സിലാക്കി കോപാകുലനായ ഹാമാൻ യഹൂദ ജനത്തെ മുഴുവനായിട്ട് നശിപ്പിച്ചു കളയുവാനായിട്ട് തീരുമാനിച്ചു. ഇതറിഞ്ഞ മൊർദെഖായി ഓടിച്ചെന്ന് എസ്റ്റേറിനോട്, രാജ്ഞിയായ എസ്റ്റേറിനോട് പറയുകയാണ്, നീ ഇപ്പോൾ പ്രവർത്തിക്കണം, ഇതിനായിട്ടാണ് നിന്നെ രാജസ്ഥാനത്താക്കിയിരിക്കുന്നത്. എന്നാലും നമ്മൾ അവിടെ കാണുന്നത് എസ്റ്റേർ പറഞ്ഞതായ ഒരു കാര്യം. നമുക്ക് ആ എസ്റ്റേറിന്റെ പുസ്തകം ഒന്നെടുത്ത് വായിക്കാം. എസ്റ്റേറിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ശൂഷനിലുള്ള എല്ലാവരും 15 ചേർത്ത് വായിക്കുന്നു. എസ്റ്റർ മൊർദെഖായിയോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ ചെന്ന ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും നിന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, രാജസ്ഥാനത്ത് രാജ്ഞിയായിരിക്കുന്ന സ്ത്രീയാണ് എസ്റ്റർ. എസ്റ്റർ പറയുകയാണ്, ഒരു വിഷയം ഉണ്ടായപ്പോൾ, ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പറയുകയാണ്, ഞാനും എൻ്റെ തോഴികളും ഞങ്ങൾ 3 രാവും പകലും ദൈവസന്നിധിയിൽ ഉപവസിക്കുക. ദൈവം എന്നൊരു വാക്ക് നമുക്കറിയാം, എസ്റ്റർ എന്ന പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇവിടെ കണ്ടോ, ദൈവസന്നിധിയിലേക്ക് അവൾ കടന്നു ചെല്ലുകയാണ്. അവൾക്ക് ഒരു രാജ്ഞിയാണ്, അവൾക്ക് നേരിട്ട് രാജാവിനോട് ചെന്ന് കാര്യം പറയാം. എന്നാൽ ഒരു പക്ഷെ അവൾ നേരിട്ട് രാജാവിനോടാണ് ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അവളുടെയും ആ യഹൂദന്മാരെ മുഴുവനും നാശത്തിന് കാരണമാകുമായിരുന്നു. എന്നാൽ അവൾ വളരെ നല്ല ഒരു തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ 3 രാവും പകലും ദൈവസന്നിധിയിൽ ചിലവഴിച്ചു. അതിന്റെ ഫലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അടുത്ത അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, അഹശ്വേരോശ് രാജാവ് അന്ന് രാത്രിക്ക് ഉറങ്ങിയതേയില്ല. ഇവിടെ എസ്റ്റർ പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നില്ല. അദ്ദേഹം ഓടിച്ചെന്ന് ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിച്ചു നോക്കി. അവിടെ കാണുന്നത് രാജാവിനെ നശിപ്പിക്കുവാനായിട്ട് അവിടുത്തെ അന്നത്തെ 2 ഭൃത്യന്മാരായ ബിഗ്ദാനും തേരേശും എന്ന 2 വ്യക്തികള് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ മൊർദെഖായി രാജാവിന് അറിവ് കൊടുക്കുകയും ആ 2 പേരെയും രാജാവ് വാളിന്റെ വായ്ത്തലയാൽ കൊന്നു. എന്നിട്ട് അദ്ദേഹം പിന്നീട് അന്വേഷിക്കുന്ന കാര്യം, ഇത് പറഞ്ഞതായ മൊർദെഖായിക്ക് എന്തെങ്കിലും പ്രതിഫലം കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്ന് താൻ മനസ്സിലാക്കുകയും ഹാമാന് പകരം മൊർദെഖായിയെ ഈ മന്ത്രിമാരെ പ്രധാനിയായിട്ട് കൊണ്ടുവരികയും മൊർദെഖായിക്ക് വേണ്ടി തൂക്കമരം ഒരുക്കി വെച്ചിരുന്ന ഹാമാനെ ആ തൂക്കുമരത്തിലേറ്റുകയും എസ്റ്റേറിന് ഈ ഹാമാന്റെ വീട് എല്ലാം കൊടുക്കുന്നതും യഹൂദന്മാരെ എല്ലാം പൂർണ്ണമായൊരു വിടുതലും അവളെ നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദൈവസന്നിധിയിലേക്ക് എസ്റ്റർ കടന്നു ചെന്നതുകൊണ്ടല്ലേ അവളുടെ ജനത്തിന് മുഴുവനായ ഒരു വിടുതലും ഒരു സ്വാതന്ത്ര്യം അവിടെ ലഭിക്കാനും അവൾക്കും നല്ലൊരു അവളുടെ മൊർദെഖായി എന്ന അവളുടെ അപ്പന്റെ ജ്യേഷ്ഠന്റെ മോനും എല്ലാം അവർ നല്ല പദവിയിലേക്ക് വരുവാനായിട്ട് സാധിച്ചത്. അതുപോലെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവരുടെ അവസ്ഥയ്ക്ക് തന്നെ മാറ്റം വന്നു. യഹൂദന്മാരുടെ അവസ്ഥയ്ക്ക്, മൊർദെഖായിയുടെ അവസ്ഥയ്ക്ക്, എസ്റ്റേറിന്റെ അവസ്ഥയ്ക്ക്, എല്ലാവരുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ നമ്മൾ മറ്റൊരു വ്യക്തിയാണ് ഏലിയാവിനെ കുറിച്ച് നമ്മളെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന
എന്നാണ് ഏലിയാവിന്റെ കഥകൾ. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നു ഏലിയാവ് ദൈവസന്നിധിയിൽ കടന്നു ചെന്നത് കൊണ്ട് വളരെ വലിയ ശക്തി പ്രാപിക്കുവാനായിട്ട് തനിക്കിടെ അവിടെ നമ്മൾ കാണുന്നത് ബാലിന്റെ 450 പ്രവാചകന്മാര്, അതുപോലെ തന്നെ അല്ലാതെ അശേര എന്ന് പറയുന്ന പ്രവാചകന്മാർ, ഇസബേലിന്റെ അശേര പ്രവാചകന്മാർ 400, ഇങ്ങനെ 850 പ്രവാചകന്മാർ ഒരു സൈഡില്, യഹോവയുടെ ഒരു പ്രവാചകനായി ഏലിയാവ് മാത്രം മറു സൈഡില് നിന്നുകൊണ്ട് അവർ യാഗം തീ ദഹിപ്പിക്കുവാനായിട്ട് ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട് അന്ന് അവിടെ എല്ലാം ബാലിനെ ആരാധിക്കുകയാണ്, ദേശം മുഴുവൻ ബാലിനെ ആരാധിക്കുകയാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരണം. അതിന് ഏലിയാവ് പറഞ്ഞു, എന്നാൽ നിങ്ങളെ ആരുടെ ദൈവമാണോ, അവർ 2 യാഗപീഠം ഒരുക്കി 2 കാളക്കുട്ടി എടുത്തു, ഒന്നില് 2 ഒരേപോലെ വെച്ചിട്ട് അവര് പ്രാർത്ഥിക്കും. ആരുടെ ദൈവമാണോ ആദ്യം വന്ന് തീ ഇറക്കി ഈ ദഹന വസ്തു ഈ യാഗവസ്തു ദഹിപ്പിക്കുന്നത്, അതാണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞു. എന്നാൽ നമ്മളിവിടെ വായിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ബാലെ ഉത്തരം അല്ലണമെന്ന് തുടങ്ങി അവർ ഉണ്ടാക്കിയ ബിംബത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ബാലെ എന്ന് വിളിച്ചുകൊണ്ട് അവർ രാവിലെ തൊട്ട് ഉച്ച വരെ ബാലിനെ വിളിച്ചപേക്ഷിച്ചു. എന്നാൽ ബാൽ ഇറങ്ങി വന്നോ? ഒന്നും ചെയ്തില്ല. അത് അവരുടെ ശരീരം തന്നെ അവർ കുന്തം കൊണ്ട് മുറിച്ച് രക്തം വരുത്തിയെന്നെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ 36-ാം വാക്യത്തിൽ വരുമ്പോൾ നാം കാണുന്നത് ഏലിയാ പ്രവാചകൻ അടുത്ത് ചെന്ന് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിന് നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെടണം. യഹോവ എനിക്ക് ഉത്തരമളയണമേ, നീ ദൈവം തന്നെയെന്ന് നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്നും ഈ ജനം അറിയേണ്ടതിന്. അപ്പോൾ അവിടെ ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്, ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്. അവിടെ 850 പ്രവാചകന്മാർ മറുവശത്ത്, അത് കൂടാതെ ആഹാബ് രാജാവ്, അദ്ദേഹത്തിന്റെ ദുഷ്ട സ്ത്രീയായ ഇസബേൽ, ഭാര്യയായ ഇസബേൽ, ഇവരെല്ലാം ഒരു സൈഡില്ല. എന്നാൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഏലിയാവ് തന്റെ ബലം, ഇത്രയും പേരെക്കാൾ, ഈ 850 പേരെക്കാൾ ബലം ആർക്കായിരുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുന്നുണ്ട്. ഏലിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, തീ ഇറക്കി ദഹന വസ്തുക്കളെ ദഹിപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സംഭവിച്ച കാരണം ജനം എല്ലാം അതുകൊണ്ട് കവിണ്ണു വീണു, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഇങ്ങനെ സംഭവിച്ചപ്പോൾ അവിടെ ജനങ്ങളെല്ലാം കവിണ്ണു വീണു, തീയിറങ്ങി യാഗവസ്തു ദഹിപ്പിച്ചു. ജനമെല്ലാം അവിടെ കവിണ്ണു വീണു, ദൈവസന്നിധിയിൽ കവിണ്ണു വന്നു, നീ മാത്രം ദൈവം എന്ന് പറയുകയാണ്. ആ അധ്യായത്തിന്റെ ലാസ്റ്റ് വാചകം ഞാനൊന്ന് വായിക്കുകയാണ്, 46-ാം വാക്യം. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേൽ എത്തും വരെ ആഹാബിന് മുൻപായി ഓടി. എന്റെ പ്രിയപ്പെട്ടവരെ, രഥത്തിൽ സഞ്ചരിക്കുന്ന ആഹാബ് രാജാവിനേക്കാൾ മുന്നിട്ട് ഏലിയാവിന് ഓടി ഇസ്രായേലിൽ എത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ തന്റെ സ്വന്തം ബലമാണോ? അല്ല. സർവശക്തനായ ദൈവം കൊടുത്ത, തന്നോട് വിളിച്ചപേക്ഷിച്ച, തന്റെ സന്നിധിയിൽ കടന്നു വന്ന ഏലിയാവിന് ശക്തി കൊടുത്ത് രാജാവിന്റെ രഥത്തിന് മുൻപായി ഓടുവാനുള്ള ഒരു ശക്തി പ്രാപിക്കുവാനായിട്ട് ഏലിയാവിന് സാധിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പ്രാർത്ഥനയ്ക്ക് കൂടിയിരിക്കുകയാണല്ലോ. നമ്മുടെ പിതാവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് കർത്താവേ, നമ്മുടെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് ഞങ്ങൾ കടന്നു വരിക, അങ്ങയിൽ ആശ്രമിക്കുകയാണ്. നമ്മൾ നമ്മുടെ പിതാവിനോട്, നമ്മുടെ ഭൂമിയിലുള്ള പിതാവിനോട് ഒരു ആവശ്യം പറയുമ്പോൾ നമ്മൾക്കറിയാം ആ ആവശ്യം എന്റെ പിതാവ് എനിക്ക് നടത്തി തരും. അങ്ങനെ ഒരു ആശ്രയത്വ ബോധത്തോടു കൂടിയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിതാക്കന്മാരെ ആശ്രയിക്കുന്നത്. അപ്പോൾ എത്ര അധികമായിട്ട് നമ്മുടെ സ്വർഗത്തിലെ പിതാവ് നമ്മൾ ആശ്രയം വയ്ക്കുമ്പോൾ നമ്മുടെ ബലമില്ല. ഇവിടെ ഏലിയാവിനെ പോലെ ബലമില്ല, ഒരു വ്യക്തിയേ ഉള്ളൂ. ബാക്കി മറ്റു മറുതലയിൽ നിൽക്കുന്നവരെല്ലാം ശക്തന്മാരാണ്, എന്നാൽ ബലമില്ല, ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. എങ്കിലും അവരെക്കാൾ അധികമായി കർത്താവിൽ നിന്ന് ബലം പ്രാപിക്കുവാനായിട്ട് ഏലിയാവിന് സാധിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കാം. പ്രാർത്ഥിക്കുവാനായിട്ട് അനേക വിഷയങ്ങളുണ്ടല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവരെ, രാജാക്കന്മാരെ, നിയമപാലകന്മാരെ, മറ്റ് രോഗാവസ്ഥയിലിരിക്കുന്ന അനേക വിഷയങ്ങളെ ഓർത്ത് നാം ഈ വെള്ളിയാഴ്ച കൂടി വരുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ പിതാവ് ശക്തനാണ്, പരമാധികാരിയാണ്,
സകലത്തിന്മേൽ അധികാരമുള്ളവനാണ്, എന്നെ സൃഷ്ടിച്ചവനാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നോ വെറും പിണ്ടാകാരമായിരുന്ന എന്നെ എത്രയോ അതിശയകരമായിട്ട് സൃഷ്ടിച്ചു, ഭൂമിയിലാക്കി. നമ്മുടെ അന്നേരത്തെ അവസ്ഥ ശാരീരികമായ ഒരു അവസ്ഥയാണ്, ദേഹത്തിന്റെ അവസ്ഥയാണ്. നമ്മുടെ ദേഹിയുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ എന്തായിരുന്നു? പാപികളായിരുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നിങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ തേടി വന്നു എന്നുള്ളതാണ്. നമ്മുടെ പാപാവസ്ഥയില്ല, ആ അവസ്ഥ കണ്ടുകൊണ്ട് നമ്മളെ തേടി വന്നു, രക്ഷിച്ചു, തൻ്റെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള ആ ഒരു അവകാശം നൽകി ദൈവമക്കളാക്കി നമ്മളെ മാറ്റിയിടും. ആ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ സമയം ചെലവഴിക്കാം, പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ, എന്നെ അറിയുന്ന, എന്നെ വഴി നടത്തുന്ന, എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന എൻ്റെ ദൈവമേ, എൻ്റെ പ്രിയപ്പെട്ടവരെയും അവരുടെ ആവശ്യങ്ങളിൽ കർത്താവ് കരുണ കാണിക്കണം, അങ്ങ് അവിടുന്ന് ദയ കാണിക്കണം, അവർക്ക് മറുപടി അയക്കണമെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയെ കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് കേൾക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തോർത്തിയും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരിയോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാം ഓരോരുത്തരും പ്രാർത്ഥനയൊക്കെയായിട്ട് കടന്നു പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളില് നാം കേട്ടിരിക്കുന്ന വചനം നാം പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് ആ പിതാവിനോട്, സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കും. അപ്പൊ ആ ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വന്നിരിക്കുകയാണ്. അതെ, ധൈര്യത്തോടെ ആ കൃപാസനത്തിനോട് അടുത്തു വരുവാൻ വലിയനായ ദൈവം പുത്രനിലൂടെ നമ്മെ സഹായിച്ചു. നമുക്കും അങ്ങനെയുള്ള ഭാഗ്യം ലഭിച്ചു. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് അടുത്തു വരാം. അതുപോലെ പിതാവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. പിതാവ് തന്റെ മക്കളുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നു. അതേപോലെ അപ്പൻ തന്റെ മക്കളുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന പോലെ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നു. അതെ, എസ്തേറിന്റെ പ്രാർത്ഥന കേട്ട ദൈവം, ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ട ദൈവം ഇന്ന് നമ്മുടെയും പ്രാർത്ഥന കേൾക്കും. ആ വലിയ ഒരു ധൈര്യം നമുക്കും തന്നു. അവർ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ ആ ദൈവത്തിന്റെ ശക്തി അവർ കാണുവാനും അത് പ്രാപിപ്പാനും ഇടയായി തീർന്നു. അതുപോലെ നമുക്കും ഇന്ന് അനേക വിഷയങ്ങളെ ഓർത്തിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം സഹായിക്കട്ടെ. നമ്മള് ക്ലാസ്സുകൾ തിരിഞ്ഞാണ് ആന്റി പ്രാർത്ഥിക്കുന്നത്. അല്ല സുനി സിസ്റ്റർ, നമ്മൾ കോമൺ ആയിട്ട് പ്രാർത്ഥിക്കാം. കോമൺ ആയിട്ട് നാം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓരോ ആന്റിമാരും ഓരോ സഹോദരിമാരും പെട്ടെന്ന് സമയം കളയാതെ പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം മോദി. ഞാൻ ഷെയർ ചെയ്യാം.